എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഈ ഒരു അനുഭവം പറയാൻ വന്നത് ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് നടക്കുന്ന കാരണമാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടൈമാണ്. എക്സാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ്. അതായത് ഉച്ച നേരമാണ് കേട്ടോ. കാലത്തുള്ള എക്സാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉച്ച നേരത്താണ് ഞാൻ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് ഒരു 1.5 മണിക്കൂറിൻ്റെ ദൂരമുണ്ട്. അപ്പോൾ കാലത്ത് ട്രാവൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, എക്സാം ഡ്യൂട്ടിയും കഴിഞ്ഞ് നമ്മൾ വീണ്ടും 1.5 മണിക്കൂർ വീട്ടിലേക്കുള്ള ട്രാവലിലാണ്. അപ്പോൾ നമ്മളെന്തായാലും സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ഉറങ്ങിപ്പോവും. കാരണം ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പോൾ തീരെ തിരക്കുമില്ല ബസ്സിൽ. സ്ഥിരം എന്താ പറയുക, ഇങ്ങനെ പോയി വരുന്ന ബസ്സുകൾ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് അതായത് ഫസ്റ്റത്തെ സീറ്റ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. 2 സീറ്റുള്ള ഇതിൽ ലോക്കൽ ബസ്സാണ്. അപ്പോൾ അധികം തിരക്കുമില്ല. ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ പോലും തിരക്ക് അധികം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് പേപ്പറും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടല്ല നമ്മൾ വരുന്നത്. അപ്പോൾ അത്ര തിരക്കും ഉണ്ടായിരുന്നില്ല. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സീറ്റുകളിൽ പോലും ആൾക്കാരുണ്ടായിരുന്നില്ല. അത്രയും തിരക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങിപ്പോയിട്ട്, നമ്മളന്ന് സാരിയും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയ ടൈമിൽ ഇങ്ങനെ ആ സീറ്റിന് നമുക്കറിയാലോ എങ്ങനെയാണെന്നുള്ളത്. ഈ ജനലിൻ്റെ അവിടെ സാധാ ലോക്കൽ ബസ്സുകളിൽ ആ സീറ്റിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് എന്തോ വന്ന് തട്ടുന്ന പോലെ തോന്നി. എൻ്റെ വയറുമേ സാരിയാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് വയറുമേ എന്തോ വന്ന് തട്ടുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റപ്പോൾ ഒരാൾ ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംശയിച്ചൊന്നുമില്ല, അയാളാണോ എന്താണെന്നൊന്നും നമ്മൾ സംശയിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടെ വന്നപ്പോൾ ഞാൻ അത് കയറി പിടിച്ചപ്പോൾ അയാളെ കൈയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു ഏട്ടൻ എണീറ്റെന്ന് പറഞ്ഞു, ഇയാൾ കുറേ നേരമായി കൈയിടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തെളിവും കിട്ടി. ആ ടൈമിലെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോ കാര്യങ്ങളിലൊന്നും ആക്റ്റീവ് അല്ല. നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഇടണോ പോസ്റ്റ് ഇടണമെന്നോ കാര്യങ്ങളോ നമ്മൾ ഫേസ്ബുക്കിൽ 2-3 പ്രൊഫൈൽ പിക്ക് മാറ്റുന്നല്ലാണ്ട് വേറെ കാര്യത്തിലൊന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ സംഭവം ആ ചേട്ടനും കൂടെ പറഞ്ഞോട് കൂടിയിട്ട് കണ്ടക്ടർ വന്നിട്ട് ഇയാളെ നല്ല പൊതിരെ തല്ലിയെന്ന് പറയാം. തല്ലിയിട്ട് അയാൾ ഇറക്കി വിട്ടു. ഇനി കേസാക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ വേറെ എങ്ങോട്ടെങ്കിലും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടക്ടർ. പക്ഷേ ആ ടൈമിൽ വന്ന് നല്ല പോലെ അതിൽ ഇടപെട്ട്. കാരണം അധികം തിരക്കും ഉണ്ടായിരുന്നില്ലല്ലോ. സ്ത്രീകളായിട്ടേക്ക് തോന്നുന്നു ഞാനും 2-3 പേരും മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല പോലെ പെരുമാറി എന്ന് തന്നെ പറയാം അയാളെ. ഒരു അത്യാവശ്യത്തിന് അടിയടിച്ചിട്ട് അയാളെ ഇറക്കി വിട്ടു. ഒരു മധ്യവയസ്കനാണ് കേട്ടോ. പിന്നെ മധ്യവയസ്കന്മാർക്ക് മാത്രമല്ല ഈ പ്രശ്നം. കാരണം എനിക്ക് വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കോളേജിൽ ജോലിക്ക് മുന്നേ പഠിക്കാൻ പോകുന്ന ടൈമിലും വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ PGക്ക് പഠിക്കാൻ പോകുന്നൊരു ടൈമിൽ ഞാൻ സീറ്റിൽ അന്ന് തിരക്കൊന്നുമില്ല. നല്ല തിരക്കാണ്, കാലത്താണല്ലോ. നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ബസ് തന്നെയാണ് കേട്ടോ. അപ്പം വീടിൻ്റെ അവിടെ നിന്ന് കയറുന്നു, തൃശ്ശൂർ ഇറങ്ങുന്നു, അങ്ങനെയാണ്. അതും +2 പഠിക്കുന്ന ഒരു ചെറുക്കൻ. ഞാൻ ആ സമയത്ത് PGക്കാണ് പഠിക്കുന്നത്. +2 പഠിക്കുന്ന ചെറുക്കൻ എന്താ പറയുക, പെട്ടെന്ന് വന്ന് വയറുമയ്ക്ക് പിടിക്കാൻ വരുന്നു. ഒരു വിരലുകൊണ്ട് ബാക്കിൽ കുത്താൻ വരുന്നു. അപ്പോൾ ഞാൻ ഇതെന്താ ഇത് തിരക്കാണല്ലോ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾക്ക് കുത്തൽ നല്ലോണം ഏറ്റപ്പോൾ നമുക്ക് മനസ്സിലായി കാര്യം. ഞാൻ അവനെ തിരിഞ്ഞു നോക്കിയതും പെട്ടെന്ന് ബസ് നിർത്തേണ്ട ഒരു സ്റ്റോപ്പ് എത്തി. അവൻ ഇറങ്ങി ഓടി. പിന്നെ അവൻ ആ ബസ്സിൽ കയറിയിട്ടില്ല കേട്ടോ. നമുക്ക് അറിയുന്ന ഒരാളും കൂടിയാണ്. അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ബസ്സിൽ സ്ഥിരം വന്ന് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ +2 പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ആ സമയത്ത് ഇപ്പോൾ നമുക്ക് പ്രതികരിക്കാനും നോക്കാനും ചീത്ത പറയാനും നമുക്ക് തോന്നി. ഇപ്പോൾ ഷിമിജിതയുടെ കേസ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം. ഇനി ചിലപ്പോൾ പലർക്കും പ്രതികരിക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒരു തെളിവ് ശേഖരിക്കാനോ വരെ സത്യത്തിൽ പേടിയാവും. കാരണം ഷിമിജിതയുടെ കേസിൽ ഒരിക്കലും നമുക്ക് ഷിമിജിതനെ എന്താ പറയുക, ന്യായീകരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനെ ശരിക്കും തെറ്റുകളുണ്ടാവുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ളൊരു ത്രാണി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ ബസ്സിൽ കയറിയിട്ട് വേറൊരു അനുഭവം കൂടി. നമുക്ക് സ്ത്രീകളാണല്ലോ, സ്ത്രീകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നേരം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ബസ്സിൽ തോണ്ടിയതും പിടിച്ചതും പറയാനുള്ള നേരം ഉണ്ടാവുള്ളൂ. ആ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതും വേറൊരു സത്യമാണ്. പുരുഷന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവും, വേറെ തരത്തിലുള്ള ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതും പലരും പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ പലരും അങ്ങനെയൊന്നും തുറന്നു പറയാനോ അങ്ങനെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഘോരം പ്രസംഗിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഞാനും ആ ഒരു ടൈമിൽ നിൽക്കാതിരുന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കും സോഷ്യൽ മീഡിയയും കാര്യങ്ങളിലൊന്നും അധികം ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ പ്രതികരിച്ചു. അതിന് അപ്പം തന്നെ കണ്ട ആളുകളും ഉണ്ടായിരുന്നു. അപ്പം തന്നെ അതിനുള്ള ഫലം എനിക്ക് കിട്ടി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നതും. വീട്ടിലൊക്കെ പറഞ്ഞു എന്നല്ലാതെ പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ആ ആളുകളുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പ്രതികരിക്കാനുള്ളൊരു
ശക്തിയും ത്രാണിയും വിശ്വാസവും ഒക്കെ നമുക്കിത് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടായിരിക്കും പലരും ക്യാമറ പൊക്കി പിടിച്ച് അതൊരു തെളിവെടുക്കാനായിട്ട് നോക്കുന്നത്. ആ സമയത്ത് മാറി പൊക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു തെളിവ് എന്ന് പറയുന്ന സാധനം വേണം. അയാളിപ്പോൾ വീണ്ടും അയാൾ വേറൊരു ദിവസം അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതേ ബസ്സിൽ തന്നെ കയറുന്നവരാണ് സ്ഥിരം എന്നുണ്ടെങ്കിൽ, വീണ്ടും അയാൾ അതേ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തെളിവിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ തെളിവെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലരും ക്യാമറ പൊക്കി പിടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരിക്കലും ഞാൻ ഷിമിജിതനെ ന്യായീകരിക്കുകയല്ല. കാരണം ഷിമിജിത ചെയ്തതിൽ തീരെ ന്യായീകരിക്കാനായിട്ടുള്ള ഒന്നുമില്ല. ആ ക്യാമറയിൽ, ആ ഒരു സംഭവത്തിൽ, ആ ഒരു വിഷ്വലിൽ ഒരു ന്യായീകരിക്കാനുള്ളൊരു വസ്തുത പോലും ഇല്ല. പക്ഷേ ശരിക്കും അങ്ങനെയുള്ള ഈ KSRTC സവാദിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഘോരമായിട്ട് പ്രസംഗിക്കുന്ന പല ആങ്ങളമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്ത്രീകൾ ഈ ക്യാമറ പൊക്കി പിടിച്ച് നടന്ന് കുടുംബം നശിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും അനുഭവങ്ങൾ ഇത് 1 2 ആണ്. ഇതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ സ്ത്രീകൾ ബസ്സിൽ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ബസ്സിൽ മാത്രമല്ല, ട്രെയിനിലായാലും എല്ലായിടത്തായാലും സ്ത്രീകൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി പ്രതികരിക്കാനായിട്ട് പലർക്കും പ്രതികരിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥ വരുന്നത് ഇതുകൊണ്ട് കൂടിയാണെന്നുള്ളത് കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഇത്രയുള്ള എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ.